നമസ്കാരം. മറുനാടനെ സ്നേഹിക്കുന്നവരൊക്കെ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറുനാടൻ്റെ സഹോദര സ്ഥാപനമായ UK-യിൽ പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചുവട് വയ്ക്കുകയാണ്. അതിന് എൻ്റെയും മറുനാടിൻ്റെയും പരിപൂർണ പിന്തുണയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പിന്തുണയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, മുതുകാട് എന്ന മലയാളികളുടെ ഭാഗ്യം ഏറെ വിവാദങ്ങളെ അതിജീവിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ജീവിതം പൂർണ്ണമായും സഫലമാകാൻ, അവരെ പുനരധിവസിപ്പിക്കാനല്ല, അവരുടെ ജീവിതത്തിന് പുതിയ ഉൾക്കാഴ്ച ഉണ്ടാക്കാൻ വേണ്ടി ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ എന്ന പേരിൽ ഒരു പ്രസ്ഥാനം തിരുവനന്തപുരത്ത് കിൻഫ്ര പാർക്കിൽ നടത്തുന്നുണ്ട്. മാജിക് പ്ലാനറ്റോറിയത്തോട് ചേർന്നാണ് ഇത് പ്രവർത്തിക്കുന്നത്. വലിയ ഒരുപാട് സ്വപ്നങ്ങളാണ് മുതുകാട് നെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ അന്താരാഷ്ട്ര കേന്ദ്രം സ്ഥാപിക്കുകയാണ്. മുതുകാടിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. കേരളം ഒരുപക്ഷെ ഭിന്നശേഷിക്കാരുടെ സംരക്ഷണയിൽ ലോകത്തിന് മുൻപിൽ ഒന്നാമതെത്താൻ ഉപകരിക്കുന്ന ഒരു മഹത്തായ സ്വപ്നമാണ് മുതുകാട് കാണുന്നത്. ആ സ്വപ്നം സഫലമാകാൻ വേണ്ടി 4 വർഷം മുൻപ് മാജിക് ഷോ അവസാനിപ്പിച്ച മുതുകാട് വീണ്ടും മജീഷ്യനായി രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ വെച്ച് അസാധാരണമായ ഒരു മാജിക് ഷോ അദ്ദേഹം നടത്തിയിരുന്നു. അത്തരം വലിയ മാജിക് ഷോകളുമായി അദ്ദേഹം വീണ്ടും ലോകം ചുറ്റുകയാണ്. 3 മണിക്കൂർ നേരം ആളുകളെ ഒരേപോലെ പിടിച്ചിരുത്തുന്ന മാജിക് ഷോയും സംഗീത വിരുന്നുമൊക്കെ ഉൾക്കൊള്ളുന്ന അസാധാരണമായ പരിപാടിയാണ് മുതുകാട് പദ്ധതിയിടുന്നത്. അത്തരമൊരു പരിപാടി ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഒക്ടോബർ മാസം 19-ാം തീയതി ഇംഗ്ലണ്ടിലെ ലെസ്റ്ററിലെ ശ്രീ പ്രജാപതി ഹാളിൽ വെച്ച് നടത്തുകയാണ്. 1000-ലധികം സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വലിയ ഹാളിലായിരിക്കും ഈ മുതുകാടിൻ്റെ ഈ ഷോ ഞങ്ങൾ നടത്തുന്നത്. ഈ ഷോ പൂർണ്ണമായും സൗജന്യമായാണ് മുതുകാട് ലെസ്റ്ററിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലെസ്റ്ററിൽ മാത്രമല്ല, അദ്ദേഹം മറ്റ് പലയിടങ്ങളിലും UK-യിൽ അവതരിപ്പിക്കുന്നുണ്ട്. ലെസ്റ്ററിലെ ഷോയാണ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ ഷോയിൽ പങ്കെടുക്കുന്നവർ നൽകുന്ന മുഴുവൻ പണവും മുതുകാടിൻ്റെ സ്വപ്നത്തിന് വേണ്ടി കൊടുക്കാനാണ് പദ്ധതി. 10 പൗണ്ടിൻ്റെ സാധാരണ ടിക്കറ്റും 50 പൗണ്ടിൻ്റെ VIP ടിക്കറ്റും എടുക്കാനാണ് അവസരമുള്ളത്. എന്നാൽ എൻ്റെ അഭ്യർത്ഥന പ്രകാരം 250 പൗണ്ടിൻ്റെ ഒരു VVIP ടിക്കറ്റ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മുമ്പിൽ ഏറ്റവും ഭംഗിയായി ബിസിനസ് ക്ലാസിൻ്റെ സൗകര്യത്തോടു കൂടി കുറച്ച് പേരെ ഇരുത്തി ഈ ഷോ കാണിക്കണം എന്ന് നിർദ്ദേശിച്ചത് ഞാനാണ്. ഷോ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയല്ല, ഈ മഹത്തായ ദൗത്യത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്ന സന്ദേശം UK-യിൽ അത്യാവശ്യം പണമുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കാനാണ്. ഇതിനോടൊപ്പം തന്നെ വോക്ക് വിത്ത് മുതുകാട് എന്ന പേരിൽ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിനും അന്ന് തന്നെ നടത്തുന്നു. ഈ 3 കാര്യങ്ങളിലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചില പങ്ക് വഹിക്കാനുണ്ട്. ഒന്ന്, എന്നെ കേൾക്കുന്ന നിങ്ങൾ UK മലയാളി ആണെങ്കിൽ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും, അത് മക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും UK-യിലുണ്ടെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറയണം. നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഈ ഷോ കാണാൻ, അതിമനോഹരമായ സ്റ്റേജ് ഷോയാണ്. ഈ ഷോ കാണാൻ ഡിസ്ക്രിപ്ഷൻ പേജിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഞാൻ അപേക്ഷിക്കുന്നത് 250 പൗണ്ട് ടിക്കറ്റ് എടുത്ത് നിങ്ങളുടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നാണ്. 250 പൗണ്ടിൻ്റെ VVIP ടിക്കറ്റ് ഈ ലിങ്കിലൂടെ എടുക്കാൻ സാധ്യമല്ല. അതെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ, ജോർജ് എടുത്തുവായുടെ നമ്പറാണ്, ഈ നമ്പറിൽ അദ്ദേഹത്തിന് വാട്സാപ്പ് സന്ദേശം അയക്കുക. അദ്ദേഹം ജോലി ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എപ്പോഴും ഫോൺ വിളിച്ചെടുത്തെന്ന് വരത്തില്ല. ഒരു വാട്സാപ്പ് സന്ദേശം അയക്കുക, അദ്ദേഹം തിരിച്ചു വിളിക്കും. നിങ്ങൾ 250 പൗണ്ട് മുടക്കി ഈ മഹത്തായ ഈ ദൗത്യത്തോട് സഹകരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് സന്ദേശം അയക്കുക. എന്നിട്ട് 250 പൗണ്ടിൻ്റെ ടിക്കറ്റ് എടുത്ത് ഈ മഹത്തായ ഷോയെ മനോഹരമാക്കണം. 50 പേരെങ്കിലും 250 പൗണ്ടിൻ്റെ ഈ VVIP ടിക്കറ്റ് എടുക്കും എന്ന പ്രതീക്ഷയിലാണ് ഇങ്ങനെയൊരു ആഹ്വാനം നൽകുന്നത്. UK-യിലെ പ്രിയപ്പെട്ട മലയാളികളെ ഈ മഹത്തായ സംരംഭത്തെ 250 പൗണ്ട് കൊടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൂന്നാമത് ഒരു കാര്യം കൂടി പറയട്ടെ. വോക്ക് വിത്ത് മുതുകാട് എന്ന് പറയുന്ന ഒരു സ്കീം ഞങ്ങൾ അന്ന് ദിവസം തന്നെ നടത്തുന്നുണ്ട്. ഈ ഷോ വൈകുന്നേരമാണ്. അന്ന് രാവിലെ 11 മണിക്ക് ലെസ്റ്ററിലെ ബ്രാക്കൺ ഹിൽ പാർക്കിൽ ഒരു ചാരിറ്റി ഈവന്റ് നടത്തുന്നു. മുതുകാടിനൊപ്പം നടക്കൂ എന്നതാണ് ഈ ഈവന്റ്. ആർക്ക് വേണമെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാം. 2 മൈൽ നടക്കണം, മുതുകാടിനോട് വർത്തമാനം പറയാം, മുതുകാടിൻ്റെ പ്രസംഗം കേൾക്കാം. പക്ഷേ നിങ്ങളുടെ ദൗത്യം കുറഞ്ഞത് 100 പൗണ്ടെങ്കിലും നിങ്ങൾ ശേഖരിച്ചു കൊടുക്കണം. ഇത് ചാരിറ്റി ഈവൻ്റാണ്. ഈ ലക്ഷ്യത്തിന് വേണ്ടി, കാസർഗോഡ് ഈ മഹത്തായ സ്വപ്നം സഫലമാകുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നൊക്കെ പണം ശേഖരിച്ച് കുറഞ്ഞത് 100 പൗണ്ടെങ്കിലും കൊടുക്കണം. എൻ്റെ മകൾ ഗംഗോത്രി ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. 5000 പൗണ്ടെങ്കിലും ശേഖരിച്ചു കൊടുക്കുമെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. UK-യിലുള്ള മലയാളികളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ലിങ്കും ചുവടെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാവാം. ട്രസ്റ്റിയായ ബിന്ദു കലാരാജിൻ്റെ നമ്പർ ഞാൻ തരാം. വാട്സാപ്പ് സന്ദേശം കൊടുത്താൽ
ബിന്ദു നിങ്ങളെ സഹായിക്കും. ഈ ദൗത്യം നമുക്ക് ഒരുമിച്ച് ഏറ്റെടുത്ത് ഈ അത്ഭുത പ്രവൃത്തിയുടെ ഭാഗമാവാം. എന്തുകൊണ്ടാണ് മാജിക്കിലേക്ക് തിരിച്ചു വരുന്നത്, ലെസ്റ്ററിലെ ഷോയെക്കുറിച്ചുള്ള സ്വപ്നം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ മുതുകാട് എന്നോട് സംസാരിച്ചതുകൂടി കേൾക്കുക. ഗോപിയേട്ട നമസ്കാരം. നമസ്കാരം. കോഴിക്കോടെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ വളരെ നല്ലതായിരുന്നു, ഹൃദയസ്പർശിയായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അച്ഛനുള്ളൊരു ട്രിബ്യൂട്ടായിട്ടാണ് അവതരിപ്പിച്ചത്. അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനമായിട്ടാണ് വന്നത്. നല്ല നല്ല അഭിപ്രായമായിരുന്നു. അതിന്റെ ഇതുപോലെ തന്നെ ഈ കാസർഗോഡ് പ്രോജക്റ്റിനായിരുന്നു. അതെ, എല്ലാം. പക്ഷെ അത് ഫ്രീ ഷോ ആയിരുന്നു, എല്ലാവർക്കും സൗജന്യമായിട്ട് വരാവുന്ന ഷോ ആയിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ കാസർഗോഡ് പ്രോജക്ടിന്റെ ഒരു ഇതോട് കൂടിയിട്ടാണ് അവസാനിപ്പിച്ചത്. ഓ ശരി. UK ഷോ ഒക്ടോബറിലല്ലേ? UK 18 മുതൽ തുടങ്ങുന്നത്. 19 ലെസ്റ്ററിലെ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഞങ്ങള് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ നടത്തുന്നത്. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ പരിപാടി 19 ലെസ്റ്ററിൽ. അത് ഈവനിങ്ങിലാണ്. പക്ഷേ രാവിലെ 11 മണിക്ക് വാക്ക് വിത്ത് മുതുകാട് എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചിട്ടുണ്ട് അവര്. അപ്പോൾ എല്ലാം നമ്മുടെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന കാസർഗോഡിലെ നമ്മുടെ സ്വപ്ന പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള സഹായമാണ് ആ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. വാക്ക് വിത്ത് മുതുകാടിന്റെ അകത്ത് എന്റെ മോളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഒരു ടാർഗറ്റ് ഇട്ടാണ് എടുക്കുന്നത്. ഞങ്ങള് അവര് വലിയ എക്സ്പെക്ടേഷൻ. വൈകുന്നേരത്തെ പ്രോഗ്രാമിനെ കുറിച്ച് അതെങ്ങനെയാ, എത്ര നേരം ഉണ്ടാവും ആ പ്രോഗ്രാം? വൈകുന്നേരത്തെ പരിപാടി 2.5 മണിക്കൂറാണ് പ്രോഗ്രാം. 2.5 to 3 മണിക്കൂർ ഉണ്ടാവും. ആ പ്രോഗ്രാമിനകത്ത് മാജിക്, മ്യൂസിക് ആൻഡ് മോട്ടിവേഷൻ ഇത് കൂടി ചേർത്തുള്ള M-Cube എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ അതുൽ നർഗര ഉണ്ട്, ശ്വേത അശോക് ഉണ്ട്, വിഷ്ണു അശോക് വയലിനിസ്റ്റ് ഉണ്ട്. ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ട് കാസർഗോഡിലെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ചെയ്തു, അവിടെ നല്ലതായിരുന്നു. ഇപ്പൊ UK ചെയ്യുന്നു, ഖത്തറിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ. അല്ല, അതിപ്പോ സ്റ്റേജ് പ്രോഗ്രാം മാജിക്കും സംഗീതവും എല്ലാം കൂടി മാജിക്, മ്യൂസിക് ആൻഡ് മോട്ടിവേഷൻ മൂന്നോടെ ചേർന്നുള്ളതാണ്. അതാണ് മൂന്നോടെ ചേർത്തുകൊണ്ട്. അത് നല്ല പരിപാടിയാണ്, വളരെ നല്ല. ഓസ്ട്രേലിയയിലൊക്കെ ചെയ്തിട്ട് വലിയ വിജയമായിരുന്നു. ആദ്യം ഒരു തവണ പോയി, രണ്ടാമത് വീണ്ടും അവർ വിളിച്ചു. വളരെ നല്ലതായിരുന്നു. യെസ്. ഓക്കെ. അപ്പൊ അത് ആ പരിപാടിയുടെ ടിക്കറ്റ് ഫുള്ള് നമുക്ക് തരുവാണ് അല്ലേ? അതെ, എക്സാക്ട്ലി. അതെ. അതുപോലെ ഏത് കാസർഗോഡ് പ്രോജക്ട് എങ്ങനെയെങ്കിലും നമുക്ക് അത് വിജയിപ്പിച്ചെടുക്കണം. കാരണം അത് ഒരു ഇപ്പൊ നമ്മള് ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന DAC മോഡലിന്റെ ഒരു വലിയ ഒരു ലോകമാണ്. അതായത് പാരാലിമ്പിക്സിലേക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. പിന്നെ ഡിസബിലിറ്റി സെക്ടറിലുള്ള ഒരു ഹോസ്പിറ്റൽ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇത് തെറാപ്പി സംവിധാനങ്ങളൊക്കെ വളരെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഹൈടെക് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എൻഡോസൾഫാൻ വിക്ടിംസിനെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വലിയ പ്രോജക്റ്റ് ആണ്. നമ്മുടെ MK ലൂക്ക സാറ് തന്ന ലാൻഡാണ്, 20 acres ഓഫ് ലാൻഡ്. അതേ മരിച്ചു പോയല്ലോ. മെയിൻ കാരണം ഈ ലാൻഡ് അവിടെ കിട്ടിയതാണോ അതോ മറ്റേ അതുകൊണ്ട് പിന്നെ പ്ലസ് എൻഡോസൾഫാൻ വിക്ടിംസിന്റെ അതാണ്. കാരണം അവിടെ നിന്നാണല്ലോ ഞാൻ മാനസികമായിട്ട് മാറുന്നത്. അപ്പൊ അതിന്റെ ഒരു കാരണം തന്നെയാണത്. ഓക്കെ. അപ്പൊ ഞാൻ കണ്ടിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെല്ലാം നമുക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ. തിരുവനന്തപുരത്താണെങ്കിലും 200-250 പേരെ പറ്റത്തുള്ളൂ. അവിടെയാണെങ്കിലും അങ്ങനെ ലിമിറ്റ് വരത്തില്ലേ? അല്ല, അവിടെ വലിയ സ്ഥലമല്ലേ. അവിടെ 20 acres ലാൻഡ് ഉണ്ട്. അതോടുകൂടി തന്നെ നമ്മളും കുറച്ച് സ്ഥലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 1000 കുട്ടികൾക്ക് നമുക്ക് സാവധാനം കൊടുക്കാൻ പറ്റും. ആദ്യമായിട്ടല്ല, 1000 കുട്ടികളോളം ചേർത്ത് നിർത്താൻ പറ്റും അവിടെ. ഓക്കെ. എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാസർഗോഡ്? ഇത് തന്നെ ഞാൻ പറഞ്ഞില്ലേ. അതായത് ഒന്ന്, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ DAC മോഡൽ സംവിധാനം തന്നെ ചെയ്തുകൊണ്ട് ആ കുട്ടികൾക്കുള്ള ആർട്ട് ട്രെയിനിങ്, അവരെ സെൽഫായിട്ട് എംപവർ ചെയ്യുക, പിന്നെ അവരുടെ സെൽഫ് സഫിഷ്യന്റ് ആക്കി മാറ്റുക. അതോടൊപ്പം തന്നെ ഈ കാര്യമായിട്ടുള്ള ഈ ഡിസബിലിറ്റി സെക്ടറിലുള്ള കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. ഈ ജനറൽ ആയിട്ടുള്ള കേരളത്തിൽ എനിക്കൊരു 2-3 ലക്ഷം പേരെങ്കിലും കാണും ഭിന്നശേഷിക്കാര്. അതിനേക്കാൾ ഒരുപാട് കൂടുതലുണ്ട്. 2015 സെൻസസ് പ്രകാരം 8 ലക്ഷം പേരുണ്ട്. ഓ ശരി. അവർക്ക് എല്ലാവർക്കും ഗുണകരമായ എന്തെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുമോ? പൊതുവെയുള്ള ആളുകൾക്ക് നമുക്ക് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ? അതോ അല്ല, നമ്മളിപ്പോൾ ഇത് കാസർഗോഡ് വിജയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊരു സക്സസ്ഫുൾ മോഡലാണ്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് ആർട്ട് സെന്ററിൽ ഇറ്റ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ്. ആ മോഡൽ റിപ്ലിക്കേറ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം എത്ര രൂപ ചെലവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാസർഗോഡ് പ്രോജക്റ്റിന്? മൊത്തം വരുമ്പോഴേക്കും 120 കോടിയോളം വരും. ഓക്കെ. അപ്പൊ ഈ ഫണ്ടായിട്ടൊന്നുമില്ല, സ്ഥലം കിട്ടിയതേ ഉള്ളൂ. സ്ഥലം കിട്ടിയുള്ളൂ. ബാക്കിയുള്ള ഫണ്ട് നമ്മൾ മൊബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളാൽ കഴിയുന്ന ഞങ്ങൾ ചെയ്തു തരാം. താങ്ക് യു.